പട്ടുറുമാലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി ഒരു പാട്ട് പാടുവാനായി എത്തുന്നത് സുറുമിയാണ്. സുറുമിയെ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാലിസൊരു വട്ടം കൂടി ചുമടിട്ട് ചാടി കടുപ്പത്തിനെ ഊറ്റമൂറ്റ് പുലി മാറ്റി വിട്ട് കടു ചാട്ടമട്ടം ഉഷരത്തിനെ ഒറ്റ വെട്ട് കൊടുന്തിക്കും പറ്റി ഹജർ കട്ടില ചെടിയുമറ്റതായി ൂടും കീറും ഇടക്കേടം സീറും എടை കൂടി പാണി മുറിയായതാ ഉറ്റ സാലിസൊരു വട്ടം കൂടി ചുമടിട്ട് ചാടി കടുപ്പത്തിനെ ഊറ്റമൂറ്റ് പുലി മാറ്റി വിട്ട് കടു ചാട്ടമട്ടം ഉഷരത്തിനെ വെട്ട് കൊടുത്തിട്ടും പറ്റി ഹജർ കട്ടില ചെടിയുമറ്റതാ ൂടും കീറും ഇടക്കേടം സീറും എടை കൂടി പാണി മുറിയായതാ മുറിപ്പെടും വിട്ട തിട സമയം സുരയവൻ വിണ്ട സുരമയ്യോ വിലവിളി കൊണ്ടുടൻ വയ്യോ കമക്കുഫിർ കണ്ട വരവയ്യോ ഈശ്വര വിലത്താൽ പുതുകുലത്താൽ കല കലക്കം കുലുകുലുക്കം സുയുഫടൽ തോക്കുകൾ എടുത്തിടും വിരുത്താർ ചിലർ കരുത്താർ ഇനിയൊരു കാലമേ ഇരിക്കാതാവേ മാറിക്കാം നരി സാലിസൊരു വട്ടം കൂടി ചുമടിട്ട് ചാടി കടുപ്പത്തിനെ ഊറ്റമൂറ്റ പുലി മാറ്റി വിട്ട് കടു ചാട്ടമട്ടം ഉഷരത്തിനെ ഒറ്റ വെട്ട് കൊടുത്തിട്ടും പറ്റി ഹജർ കട്ടില ചെമറ്റതാ ൂടും കീറും ഇടക്കേടം സീറും എടை കൂടി പാണി മുറിയായതാ
മനസ്സൊരു വട്ടം കൂടി ചുമടിട്ട് ചാടി കടുപ്പത്തിലേ ഊറ്റമൂറ്റ പുലി മാട്ടി വിട്ട് കടു ചാട്ടമട്ട മുഷരത്തിലേ ഒറ്റ വെട്ട് കൊടുന്തിട്ടും പറ്റി ഹജർ കട്ടില ചെടിയും മറ്റതാ കൂടും കീറും ഇടക്കേറ് സീറയുടെ കൂടി പാടി മുറിയായതാ ഉറ്റ് സാലിസൊരു വട്ടം കൂടി ചുമടിട്ട് ചാടി കടുപ്പത്തിലേ ഊറ്റമൂറ്റ പുലി മാട്ടി വിട്ട് കടു ചാട്ടമട്ട മുഷരത്തിലേ ഒറ്റ വെട്ട് കൊടുത്തിട്ടും പറ്റി ഹജർ കട്ടില ചെടിയും മറ്റതാ കൂടും കീറും ഇടക്കേടും സീറും എട കൂടി പാടി മുറിയായതാ. സുറുമി എന്തോ എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ പടപ്പാട്ട് പാടണമെങ്കിൽ നല്ലൊരു നാവിന് നല്ല വഴക്കം വേണം തോന്നുന്നു. കാരണം ഒരു അക്ഷരം എന്താ പറയുക കടിച്ചാ പൊട്ടുന്നില്ല. അതെ അതെ, എങ്ങനെ പാടി? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കെതച്ചു പാടി അങ്ങ് തീർത്തു. എങ്ങനെയല്ലേ പാടുന്നത്? അതെ അതെ, എന്തായാലും നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഈ പാട്ടിനെ കുറിച്ചുള്ള കമന്റ്സ് ഒക്കെ നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം അല്ലേ? വിദ്യാധരൻ മാസ്റ്റർ. സുറുമി നന്നായി പാടി. പിന്നെ ആണുങ്ങൾ പാടേണ്ടതാണത്, അത്രേ ഉള്ളൂ. ഒരു ആണ് പാടുകയാണെങ്കിൽ അതിൻ്റെ ഈ മാറ്റർ പറയുന്ന കാര്യങ്ങളുടെ ഉഷറുണ്ടല്ലോ, അതിൻ്റെ ഗൗരവം, ആ ഗൗരവം വരുമായിരുന്നു. മോള് പാടുമ്പോൾ സോഫ്റ്റായി അത് പാടി, അവസാന ഭാഗം വരുമ്പോൾ കുറച്ചും കൂടി ഒരു വീര്യം വന്നു. അത് തുടർച്ചയായി പാട്ട് തീരുവോളം അത് തന്നെ വരണം. പറയുന്ന കാര്യങ്ങൾ അത്ര ഗൗരവമുള്ള കാര്യങ്ങളാണ്. ആ ഒരു ചടുലതയും അതിൻ്റെ ഒരു സ്പീഡും ആ ഭാവത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് മൊത്തം വളരെ നന്നായിരുന്നു. ഓക്കെ. VM കുട്ടി സർ. മലപ്പുറം പടപ്പാട്ടിലെ ഏറ്റവും പ്രയാസകരമായ ഒരു ഈശലാണ് ഇത്. വളരെ പാടി ഫലിപ്പിക്കാൻ വളരെ പ്രയാസമായ ആ ഒരു ഈശൽ തിരഞ്ഞെടുത്തതിന് ആദ്യമായി സുറുമിയെ അഭിനന്ദിക്കുകയാണ്. തെറ്റില്ലാതെ പാടി, നന്നായി തന്നെ പാടി എന്ന് പറയാം. മാം. Hello Surmai, it was a very good presentation. First of all, the different type of rhythms and the synchronization was very good. You described each and every word very nicely, so that is a very good point and good presentation. Thank you. ഫൈസൽ സർ. മോയിൻകുട്ടി വൈദ്യരുടെ ഈ മലപ്പുറം പടപ്പാട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ബദർ പടപ്പാട്ടിനേക്കാളും ഒരു വെറൈറ്റി ഇശലുകൾ വന്ന ഒരു കൃതിയാണ്. അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ഒരു കൃതിയിലെ പാട്ട് തിരഞ്ഞെടുത്തു എന്നുള്ള രൂപത്തിൽ സുറുമിക്ക് അഭിമാനിക്കാം. നന്നായി പാടിയിട്ടുണ്ട്. അഭിവാദ്യങ്ങൾ. മുരളിയേട്ടാ. മോയിൻകുട്ടി വൈദ്യർ കളരി അഭ്യസിച്ചിരുന്നു എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ. മാത്രമല്ല വളരെ ഒരു കളരിക്കാരൻ്റെ ഒരു ഗുരുക്കളുടെ മെയ്വഴക്കത്തോടുകൂടി സുറുമി പാട്ടിൽ നിന്ന് ഒഴിഞ്ഞ് മെയ്വഴക്കത്തോടുകൂടി മാറുകയും ചെയ്തു അല്ലേ? ഏതായാലും സുറുമിയും നല്ല കളരിക്കാരിയെ പോലെ ഇന്ന് വളരെ മെയ്വഴക്കത്തോടു കൂടി ഒഴിഞ്ഞു മാറി കൃത്യമായി ഭംഗിയായി പാടിയിട്ടുണ്ട്. വളരെ അഭിനന്ദനങ്ങൾ. താങ്ക് യു പാനൽ.